ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാജസ്ഥാനിലൂടെയുള്ള യാത്രയായിരുന്നു ഹിസാറിലോട്ട്. അങ്ങനെ കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലെ മൂന്നാമത്തെ ദിവസമാണ്. വണ്ടി നല്ല സ്ലോയും നല്ല ലേറ്റുമായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. കണ്ടാൽ ഫോറസ്റ്റ് ഒന്നും പറയില്ല, പക്ഷേ ഇതൊരു ഫോറസ്റ്റാണ്. ഇവിടെ ഈ ഒരു സൈഡിലെല്ലാം മൃഗങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ ഈ വേലി കെട്ടിയിട്ടേക്കണം കേട്ടോ. അപ്പം നമ്മളത് കണ്ടിരുന്നു, മൃഗങ്ങളൊക്കെ അതിനകത്ത് നിൽപ്പുണ്ട്. ഒരു 2-3 മാനയൊക്കെ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ വണ്ടി കുറച്ച് സ്പീഡായിരുന്നു. അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ ബിക്കാനീർ റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കാനീറിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നോക്കണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയുടെ എന്താ പറയുക, വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ജോധ്പൂരൊക്കെ കഴിഞ്ഞ് കുറേ മുന്നിലോട്ട് ഓടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ വണ്ടി നല്ല ആക്റ്റീവായിട്ട് ഓടുമെന്നാണ്. പക്ഷേ ഈ ഒരു റൂട്ട് കയറിയപ്പോൾ തന്നെ വണ്ടി നല്ല സ്ലോ ആയിരുന്നു. മിക്കവാറും ഉള്ള ട്രെയിനുകളെല്ലാം പോകാൻ വേണ്ടി പിടിച്ചിട്ടിരുന്നതാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാജസ്ഥാനിലെ ഏതാണ്ട് ഈ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല ഡെവലപ്മെൻ്റ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ രാജസ്ഥാൻ എന്ന് പറയുന്നത്. നല്ല എന്ന് പറഞ്ഞാൽ നല്ല റോഡിനൊക്കെ നല്ല എന്താ പറയുക, ഗട്ടറൊക്കെ ഇല്ലാത്ത റോഡുകളാണ്. നല്ല ക്ലിയറാണ് റോഡെല്ലാം. നമ്മളിപ്പോൾ ഈ പോകുന്നത് ഈ രാജസ്ഥാനിലെ ഒരു ഈ ഫോറസ്റ്റ് പോലുള്ളൊരു ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ ചൂട് തുടങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഞാൻ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ചെറിയ ചൂടേ ഉള്ളൂ, കാരണം നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ ഈ റൂട്ട്, ബിക്കാനീർ റൂട്ട്, സീസൺ അല്ലാത്ത സമയത്ത് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക, നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. അങ്ങനെ നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ ലഞ്ച് വന്നിരിക്കുകയാണ്. ചോറും അതുപോലെ ഡാല്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സീറ്റും ഉണ്ട്, പിന്നെ 2 ചപ്പാത്തി. ഈ ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 150 രൂപയാണ് ഫുഡിൻ്റെ റേറ്റ്. നമ്മളെ വണ്ടിക്കകത്ത് പാൻട്രി ഉണ്ട്. അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ അവർ വന്ന് ഈ ഫുഡ് വേണ്ടവരുടെ കണക്കെടുക്കും, എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കിന് കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്, ഈ വണ്ടിക്കകത്ത് സെറ്റപ്പ്. അപ്പം അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ, നമ്മൾ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഫുഡ് ഇതിനകത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ചായ, അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഫുഡ് വേണ്ടവർക്ക് മാത്രമേ, അവർ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയില്ല. അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ അവർ ഇവിടെ ഫുഡ് വണ്ടിക്കകത്ത് പാൻട്രിയിൽ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഏത് സ്റ്റേഷനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. നോക്ക റെയിൽവേ സ്റ്റേഷൻ. ഈ നോക്ക റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ നോക്കയിൽ പിന്നെ കുറച്ച് സമയം ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, ഇവിടെ സ്റ്റോപ്പുണ്ട്. നോക്കയൊക്കെ എത്തിയപ്പോഴത്തേക്കിനും കോയമ്പത്തൂരിൽ നിന്ന് കയറി മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം നോക്കയിൽ ഇറങ്ങി. ഞാൻ കോയമ്പത്തൂരിൽ നിന്നല്ല കയറിയത്, ഞാൻ കയറിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അങ്ങനെ നോക്ക റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. നോക്ക റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. പിന്നെ നമ്മുടെ ട്രെയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ കോച്ചാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ കോച്ചാണ്. അങ്ങനെ നമ്മൾ നോക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാസ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം ഡെവലപ്മെൻ്റൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പഴയകാല കെട്ടിടമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെല്ലാം. അതെല്ലാം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് കൂടിയല്ലേ രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ മിക്കവാറുള്ള റെയിൽവേ സ്റ്റേഷനിലെല്ലാം അത്യാവശ്യം നല്ല സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ അടുത്ത സ്ഥലത്ത് പിടിച്ചിട്ടേക്കാണ്. അതാണ്ട് ഈ ഒരു ട്രെയിൻ പോകാൻ വേണ്ടി. ഈ ട്രെയിൻ ജയ്പൂരോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പം ഉദ്രാസ്മസ്മാർ എന്ന് പറയുന്നൊരു സ്റ്റേഷനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റേഷൻ്റെ പേരൊന്നും വലുതായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കാനീർ എത്തിയപ്പോൾ തന്നെ വണ്ടി ഏകദേശം 5 മണിക്കൂറിന് മുകളിൽ ലേറ്റായി. കുറേ സ്ഥലത്ത് പിടിച്ചിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 20-30 സ്ഥലത്തെങ്കിലും പിടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന്. അപ്പം ചെറിയൊരു അണ്ണലാണ്. പിന്നെ നൈറ്റൊക്കെ എവിടെയൊക്കെ പിടിച്ചിട്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ ബിക്കാനീറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ശ്രീ ദുർഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്, പക്ഷേ സിറ്റിയാണ് കേട്ടോ ഈ സിറ്റി. ഇപ്പോൾ ഈ ശ്രീ ദുർഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷനിലും കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ കഴിഞ്ഞ് കുറച്ച് 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമേ കാണുള്ളൂ വണ്ടിക്കകത്ത്. കാരണം ഹിസാറിലോട്ട് അധികം യാത്രക്കാരൊന്നും ഇല്ല, കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. പിന്നെ ജോധ്പൂരിനൊക്കെ കയറിയ കുറച്ച് യാത്രക്കാരൊക്കെ ഉള്ളൂ. അത് കൂടുതൽ യാത്രക്കാരൊന്നുമില്ല കേട്ടോ. അങ്ങനെ ശ്രീ ദുർഗാഗ്രഹ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.